പോലീസേ, ആ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? തുറക്കാൻ പറഞ്ഞോ? പ്ലീസ്, നല്ല പോലീസല്ലേ, ഒന്ന് തുറക്കോ. ഞാൻ തന്നെയാ. പക്ഷെ ശബ്ദമൊന്നും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അന്ന് മാളൂട്ടിക്ക് വേണ്ടി ഡബ് ചെയ്തത് ഞാനാണെന്നോ അങ്ങനെയൊന്നും ആർക്കും തിരിച്ചറിയാൻ വഴിയില്ല. കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയ്ക്കും വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊക്കെ ഒരു എക്സ്പോഷർ കിട്ടുന്നത്. ശാലിനിക്കൊക്കെ ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ ഫാസിലൊക്കെ ഡബ് ചെയ്ത് കാണിച്ചു തരും. എൻ്റെ ഒരു ഫ്രെയിം മുമ്പേ തുടങ്ങും, ഒരു ഫ്രെയിം അവസാനം ഇടും. പക്ഷെ കറക്റ്റായിരിക്കും. കാരണം ഫാസിൽക്കയ്ക്ക് അത് ആ ഫ്രെയിമും ആ ഡയലോഗ്സിൻ്റെ പിന്നെ എങ്ങനെ വേണം എന്താണെന്നുള്ളത് 100% പുള്ളിക്ക് അത് തന്നെ വേണം താനും. അത് എത്ര പ്രാവശ്യം ചോദിച്ചാലും അത് തന്നെ പറഞ്ഞു തരും. ഈ ക്രൗഡ് വോയിസും പിറ്റ് വോയിസും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് അരവിന്ദൻ സാറിൻ്റെ ഉത്തരായണത്തിലാണ് ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഡബിങ്ങിന് പ്രിപ്പറേഷൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ക്യാരക്ടർ എന്താണെന്ന് ഒന്നും അറിയാതെ ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശ്രീജ രവിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം ചേച്ചി. എനിക്ക് ചേച്ചിനെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എത്രയോ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യമാധവനും പത്മപ്രിയയും അതുപോലെ പല പല താരങ്ങളെയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ചേച്ചിയുടെ ശബ്ദത്തിൽ. വളരെയധികം സന്തോഷം ചേച്ചി. നമസ്കാരം. അപ്പൊ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് മോഹിനിയാട്ടം തന്നെയാണ്. അതെ, ഭരതനാട്യം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു ഫ്രാഞ്ചൈസി തുടരാൻ പോവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഭരതനാട്യം തന്നെ എനിക്ക് നല്ലൊരു ഒരു 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 പേര് കിട്ടിയ ഒരു സിനിമയായിരുന്നു. അതിലെ കഥാപാത്രം രുക്മിണി അമ്മയെ ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാവ അമ്മ എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൽ നിന്ന് എനിക്ക് നല്ലൊരു ഒരു നെയിം ഷിഫ്റ്റ് കിട്ടിയ ഒരു പടമാണത്. അതിൽ നിന്ന് ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടെ ഈ സെക്കൻഡ് പാർട്ടിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്, കുറച്ചുകൂടെ അഭിനയിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എല്ലാവരുമായിട്ടുള്ള കോമ്പിനേഷൻസും ഒന്നാമത് പ്രത്യേകത ഈ പടത്തിൻ്റെ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജോണർ ഷിഫ്റ്റ് നല്ലോണം ഉണ്ട്. നമ്മൾ വിചാരിക്കില്ല, ഫാമിലി സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഫാമിലിയിലുള്ള എല്ലാ ഇമോഷൻസും പിന്നെ കോമഡിയും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതാണ് ഒരു ത്രില്ലർ മൂഡിലാണ് പടം പോകുന്നത്. അപ്പോൾ ഈ ഫാമിലിയിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളാണ് കൂടുതൽ പ്രൊജക്റ്റ് ആവുക. പക്ഷേ വെളിയിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര തമാശയും ജോളിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ദൃശ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കുറെ കമന്റിലൊക്കെ കണ്ടിരുന്നു ദൃശ്യം സ്പൂഫാണോ അങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ഭരതനാട്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയേട്ടൻ്റെ ഇതിലൊക്കെ കാര്യങ്ങൾ, പക്ഷെ അത് കോമഡി രൂപത്തിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി നടക്കുന്ന ഒരു കഥ തന്നെയാണ് കാണിക്കുന്നത് സിനിമയിൽ. അപ്പൊ ഈ സിനിമയിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് തന്നെയാണ്. അതായത് ഈ സിനിമ ഇപ്പം സൈജു കുറുപ്പാണോ നായകൻ, അല്ലെങ്കിൽ സുരാജാണോ നായകൻ, ബേബി ജീനാണോ നായകൻ, അല്ലെങ്കിൽ കലാരഞ്ജിനി ചേച്ചിയാണോ ഇതിലെ പ്രധാന കഥാപാത്രം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈവൻ അതിലൊരു പട്ടിക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, അതിന് പോലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ടീം വർക്കാണിത്. ഇതിൻ്റെ കഥയും സ്ക്രീൻ പ്ലേയും ആണ് ഹീറോ. അത് കൊണ്ടുപോകുന്ന വിധത്തിലാണ് കംപ്ലീറ്റ്. സോ ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ദി ഡയറക്ടർ കൃഷ്ണദാസ്. പിന്നെ അതിൻ്റെ റൈറ്റർ ആയിരിക്കുന്ന കൃഷ്ണദാസും വിഷ്ണു. അത്രയും നന്നായിട്ട് ഇത് പ്ലേ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ പടം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഡബിങ് സമയത്തും ആക്ടിങ് സമയത്തും നമുക്ക് ഫീൽ ചെയ്തത് അതാണ്. ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ട്രാവലിലും ഈ ട്രാവലുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുന്ന അത്രയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥയും അല്ലെങ്കിൽ സംവിധാനമൊക്കെ ആണ് അതിന്റെ ഒരു നായകനും നായി എന്ന് പറയുന്നുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. അതിലെ ഓരോ ആളുകളും പ്രധാനപ്പെട്ടതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ സിനിമ അങ്ങനെ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്
കുക്കറമ്മ എന്ന് പറഞ്ഞിട്ടുള്ള വരൻ ആവശ്യമുണ്ട് എന്നുള്ള ഒരു കഥാപാത്രം. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഇതുപോലെ തന്നെ ഒരു കോമഡിയും നമ്മുടെ വീട്ടിലെ ഒരാള് എന്ന പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പൊ ആ ഒരു സിനിമയെ പറ്റിയിട്ടൊക്കെ ഒരു ഓർമ്മ പങ്കുവയ്ക്കും. അത് പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസരമാണത്. അതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ പിന്നെ ആ ഷൂട്ട് നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റിൽ വരുമ്പം പിന്നെ KPC ലളിത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഗേജ് എടുക്കാൻ വേണ്ടി ആ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി എനിക്ക് ചെറുപ്പത്തിലേ ഞാൻ ഇരിക്കുമ്പോൾ സമയം തൊട്ട് അറിയാം, ഭരതേട്ടനെ എല്ലാവരും നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് തമിഴ് പടങ്ങളൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് ചേച്ചി, ഡബ്ബിങ്ങിനേക്കാളും കൂടുതൽ ഇപ്പോൾ പടങ്ങൾ അഭിനയിക്കാനാണ് കിട്ടുന്നത്, തമിഴിലാണ് കൂടുതൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇത് മനസ്സിൽ വെച്ചു എന്ന് തോന്നുന്നുണ്ട്. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ചെന്നൈയിലാണ്. ശോഭന അവര് അതെ, ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയായിരുന്നു. സിനിമയും പിന്നെ ശോഭന മാം അവിടെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ സൗകര്യത്തിന് അങ്ങനെ എന്തോ ചെന്നൈയിൽ തന്നെ അത് ഷൂട്ടിംഗ് നടത്തുമായിരുന്നു. അപ്പോൾ ഈ ഒരു റോളിന് ഒരാളെ ചെന്നൈയിൽ തന്നെ ഉള്ള ഒരാളെ പിന്നെ വേണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അനൂപ് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ചേച്ചിയോട് ഡിസ്കസ് ചെയ്തതോ അല്ല ഇങ്ങനെ ചേച്ചിയുടെ ചെവിയിൽ അത് എത്തി. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ശ്രീജ ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അനൂപ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ ഞാനിവിടെ ഉള്ളത് എങ്ങനെ അഭിനയിക്കാൻ അപ്പോഴൊന്നും എനിക്ക് അത്ര വലിയ സിനിമയിൽ അഭിനയിച്ച് ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടില്ല. ജിമ്മി വീടിൻ്റെ ഐശ്വര്യം എന്നുള്ളൊരു പടത്തിൽ അനൂപ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഗ്യാപ്പായിരുന്നു. അങ്ങനെ അദ്ദേഹം കഥയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവം ഇതെന്തിനാ വലിയൊരാളെ പോലെ എൻ്റെ അടുത്ത് ഫുൾ കഥയൊക്കെ എന്തിനാ ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ പിന്നെ അനൂപ് ഫുൾ ഡയലോഗ്സ് കഥാപാത്രം എന്താണെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാൽ എൻ്റെ ഉള്ളിൽ പേടിയായിരുന്നു. സുരേഷ് ഗോപിയേട്ടൻ്റെ പടം, ശോഭന മാം കോമ്പിനേഷൻ, ദുൽഖർ, ലളിത ചേച്ചി എല്ലാവരും കൂടെയുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈശ്വരാ ഞാനിത് എങ്ങനെ ചെയ്യും? കാരണം നമ്മൾ ഡബ് ചെയ്തിട്ടുള്ള ശീലമല്ലേ ഉള്ളൂ. കൊച്ചുനാളിൽ ബേബി ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ആരൊക്കെ എന്തോ പറഞ്ഞെന്ന് നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ നമ്മുടേതായ ഒരു ധൈര്യമൊന്നും അന്ന് ആവശ്യമില്ലല്ലോ. കാരണം കുട്ടികളാകുമ്പം നമുക്കെല്ലാം വി ആർ ഓപ്പൺ ടു എവറിത്തിങ്. സോ അങ്ങനെയുള്ള സ്ഥിതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അനൂപ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. വളരെ നമ്മൾ എന്താ പറയുക കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു എന്നോടുള്ള പെരുമാറ്റവും അത്രയും. പിന്നെ സത്യേട്ടനായിട്ടൊക്കെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ആ ഒരു ഇതും കൂടെ ഒരു സ്നേഹവും കൂടെ ഉണ്ട്. പിന്നെ ശോഭന മാം ആണെങ്കിലും വളരെ ഇതായിരുന്നു. ദുൽഖർ എല്ലാവരും തന്നെ ആരും അങ്ങനെ ഒരു വലിയൊരു നമ്മൾ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഒരു ജാടയും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു സൗഹൃദം ശരിക്കും ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും കരച്ചിൽ വരും. ആ റബ്ബേ എന്ന് പറഞ്ഞൊരു പാട്ട്, കഠിന കടോരമി അണ്ടകടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഇപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ഞാൻ ആ പാട്ട് കേട്ടിരുന്നു. അപ്പൊ ആ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോവിഡിന്റെ സമയത്ത് അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ശരിക്കും ആ ഒരു സിനിമ എത്രത്തോളം ടച്ചിങ് ആണ് മാമിന്റെ ഒരു ജീവിതത്തില് ശരിക്കും. അത് ശരിക്കും എൻ്റെ ഫാമിലിയിൽ ഉണ്ടായ ഒരു വലിയൊരു സംഭവം പോലെ തന്നെയാണ് അത്. രവിയേട്ടൻ കോവിഡ് വന്നിട്ടാണ് പിന്നെ മരണപ്പെട്ടത്. കോവിഡ് അതിൽ നിന്ന് റിക്കവർ ആയി, പക്ഷേ ലങ്സിൽ കൂടുതൽ പെർസെൻറ്റേജ് ഇത് ബാധിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഒരു 23 ദിവസം കിടന്നിട്ടാണ് പോയത്. അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിപ്പോയി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പടം വരുന്നത്. ആ പടം അത് കാരണം എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ബോഡി കൊണ്ടുവരാൻ ഇതുപോലെ തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തലശ്ശേരിയാണ് രവിയേട്ടൻ്റെ വീടും ഒക്കെ. അപ്പം നാട്ടിലേക്ക് ചെന്നൈയിൽ നിന്ന് ബോഡി അങ്ങോട്ട് കൊണ്ടുപോകാൻ തന്നെ അവിടുത്തെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അവസാനം ഫൈറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മോൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് അവിടെ, കാരണം കോവിഡ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് പോലും അവർക്കത് പിന്നെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇല്ല അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോവിഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബോഡി ഇവിടുന്ന് അവിടത്തേക്ക് കൊണ്ടുപോകാൻ തന്നെ വിടില്ല. പക്ഷേ ഫൈനലി അത് സമ്മതിപ്പിച്ചു.
അപ്പോൾ അതെനിക്ക് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് സംഭവമാണ്. മേന മേലത്ത് പാടിയ ഒരു സോങ്, അതെ അതിൽ ആ ആ പാട്ട് കുട്ടി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സീൻസ് അഭിനയിക്കുമ്പോഴൊന്നും പാട്ട് കേട്ടിട്ടില്ലായിരുന്നു, കേൾപ്പിച്ചിട്ടില്ലായിരുന്നു. കേട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ അതിൽ ഇമോഷൻ ഈ അതെ പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ ഉള്ള ഒരു സങ്കടം വരുമല്ലോ. അപ്പം അത് തന്നെ നന്നായിട്ട് ഫീൽ ചെയ്ത് അതെ ചെയ്തു പോവുമായിരുന്നു. അതെ പക്ഷെ എന്നാലും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള അത് ആ ഒരു നമുക്കും ആ പാട്ട് കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് എന്തൊക്കെയോ ഒരു ഭയങ്കര ഹൃദയത്തെ സ്പർശിച്ചൊരു അതെ സിനിമയും അതിന്റെ കൂടിയായിരുന്നു അത്. വരികളും അതുപോലെ തന്നെ അതെ 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 ഭയങ്കര അപ്പൊ ആ ഒരു സംഭവമാണ് കഥാപാത്രം ക്ലോസ് ടു ഹാർട്ട് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ശ്രീജ ചേച്ചിയുടെ ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു? ഇപ്പൊ കണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശം ആയിരിക്കുമല്ലോ അതെ എന്തായാലും ആ അതെ ഒരു കാലഘട്ടത്തിൽ. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് മാറുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് അഭിനയിക്കാനാണോ അല്ലെങ്കിൽ ഡബിങ്, എങ്ങനെയായിരുന്നു ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയും? അതായത് അച്ഛൻ്റെ പേര് കുഞ്ഞിക്കുട്ടൻ. അദ്ദേഹം പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അമ്മ കണ്ണൂർ നാരായണി. അമ്മ അവിടെയുള്ള കണ്ണൂരുണ്ടായിരുന്ന നാടക ട്രൂപ്പിലൊക്കെ അഭിനയിക്കുമായിരുന്നു. പിന്നെ അത്യാവശ്യം നാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന ചില പടങ്ങളിലൊക്കെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പായി പോയിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഫാമിലി എല്ലാം ബുദ്ധിമുട്ടിലായി മാറിയിരുന്നു. അച്ഛൻ്റെ സ്ഥലം കൊയിലാണ്ടിയാണ്, അത് അതിനേക്കാളും ഗ്രാമമാണ്. അപ്പോൾ കൊയിലാണ്ടി ആ ഒരു വളരെ എന്താ പറയുക സിറ്റിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലത്തെ ഒരു നാടായിരുന്നു. അവിടുന്ന് അച്ഛൻ മാത്രമായിരുന്നു ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആയിട്ട് വന്നതെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പം അങ്ങനെ കണ്ണൂരേക്ക് ഷിഫ്റ്റ് ആയതാണ്. കണ്ണൂരിലായിരുന്നു അച്ഛൻ്റെ കൂടുതൽ പിന്നെ ഈ സോമിൽ ഇറക്ഷൻ്റെ ഇതൊക്കെ ജോലിയൊക്കെ ആയിട്ട് അവിടെയായിരുന്നു. അങ്ങനെ അച്ഛൻ പോയതിന് ശേഷമാണ് 72-ൽ ഞങ്ങൾ മെഡ്രാസിലേക്ക് വരുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ അമ്മയ്ക്ക് കൂടുതൽ അവസരം മെഡ്രാസിൽ നിന്നാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അമ്മ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ 9 മക്കളാണ്. അപ്പോൾ അതിൽ 5 പേര് പഠിപ്പൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലത്തെ ജോലിക്കൊക്കെ കുറേശ്ശെ കയറിയിരുന്നു. ബാക്കി 4 പേര് പഠിത്തം കഴിഞ്ഞിട്ടില്ല. ലൈക്ക് പഠിപ്പിക്കാനൊക്കെ ഉള്ള ഇത് എല്ലാം കൊണ്ടും വേറെ വഴിയില്ലാതെ ഒരു ജീവിക്കാൻ വേണ്ടിയാണ് മെഡ്രാസിലേക്ക് അമ്മ ചേക്കേറിയത്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നതും. അപ്പോൾ അങ്ങനെ അമ്മ കുറേശ്ശെ ഡബ്ബിങ്ങിലും കയറി. അപ്പോൾ അമ്മ നാരായണി ചേച്ചിയുടെ മക്കളുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ അങ്ങനെ അറിയപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ക്രൗഡ് വോയിസും ബിറ്റ് വോയിസും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് അരവിന്ദൻ സാറിൻ്റെ ഉത്തരായണത്തിലാണ് ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനും എൻ്റെ ഇളയാങ്ങളെ ജ്യോതിഷ് കുമാറും എൻ്റെ നേരെ മൂത്ത ബ്രദർ റസിക് ലാൽ എന്ന് പറയുന്ന ഏട്ടനും. അതിൻ്റെ മൂത്തേട്ടൻ പ്രകാശ് ബാബു, പുള്ളി ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഉണ്ടായിരുന്നില്ല, പുള്ളി വേറെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ഈ കലാപരമായിട്ട് ഇങ്ങോട്ടേക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെയായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ അന്നൊക്കെ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തമ്പ് സിനിമയിൽ ആദ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരു ശബ്ദം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഡബ് ചെയ്തപ്പോൾ ആ ഒരു മെമ്മറി എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്തപ്പോൾ എങ്ങനെ അല്ല, ഉണ്ടായിരുന്നു? അത് ശരിക്കും ഡബ്ബിംഗ് ആണ് എന്താണെന്നൊന്നും അറിയാത്തൊരു പ്രായമാണ്. 75-ലാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. 73-ലാണ് ബേബി ആർട്ടിസ്റ്റായിട്ട് പിന്നെ മനസ്സ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചത്. ഞാനും എൻ്റെ ഇളയാങ്ങളെ ജ്യോതിഷും ഒരു പാട്ട് സീനിൽ ഇങ്ങനെ കുറേ കുട്ടികളുണ്ട്. ആ കൂട്ടത്തിൽ 2 കുട്ടികൾ, ഞാനും മോനും. അങ്ങനെ 75-ൽ ഡബ്ബിംഗ് എന്ന് പറയാൻ പറ്റില്ല അതൊന്നും. ചുമ്മാ ഇങ്ങനെ കലപല പോലെ ഞങ്ങളെ കൊണ്ട് അരവിന്ദ് സാർ ഓടിച്ചു. അതായത് ഇവിടുന്ന് അവിടം വരെ ഓടി, മൈക്ക് അവിടെയാണെങ്കിൽ ഇവിടുന്നേ ഞങ്ങൾ ഓടി ബഹളം വെച്ചിട്ട്, അന്ന് ഇപ്പോൾ നമ്മുടെ റസൂൽ പൂക്കുറ്റിയൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറയുന്നില്ലേ, അതുപോലത്തെ ഒരു ലൈവ് ഡബ്ബിങ് പോലെയായിരുന്നു അന്ന്. ദൂരേന്ന് ഓടി ബഹളം വെച്ച് ചിരിക്കുക അങ്ങനെ ഉള്ളൊരു സംഭവമായിരുന്നു അത് അന്ന് എടുത്തത്. അപ്പോൾ അത് ഇത് ഡബ്ബിങ് എന്താണ്, പ്രൊഫഷൻ എന്താണ്, അതൊന്നുമല്ല, അവർ പറഞ്ഞു തരുന്നു, നമ്മളതുപോലെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതെ. പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രീജ ചേച്ചി എന്ന് പറയുമ്പോൾ എപ്പോഴും ശാലിനി മാമിന്റെ ചെറുപ്പത്തിലുള്ള വോയിസ് ആണ് നമ്മളെപ്പോഴും എല്ലാ ആളുകളും പറയുമ്പോൾ നമ്മൾ അത് എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു പല ഇന്റർവ്യൂവിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡയലോഗ് ഇപ്പൊ എനിക്ക് തോന്നുന്നു റീലിലൊക്കെ അത് ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. ഗീതു എന്നൊന്ന് തുറന്നു വിടുമോന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്തിരുന്നില്ലേ പ്രൊമോഷന് വേണ്ടിയിട്ട്? മോഹിനിയാട്ടത്തിന്റെ വിനയ് ഫോർട്ടിന്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ചെയ്തതാ. പുള്ളി ഭയങ്കര വില്ലിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പൊ അങ്ങനെ ചെയ്തത് ഇപ്പൊ ഭയങ്കര വൈറലായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ചു കാലമായിട്ട് ആ ഡയലോഗുകളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പഴയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ട? ഗീതു ഗീതു
ഹേ ശിശു, ഏ പോലീസേ, ആ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? തുറക്കാൻ പറഞ്ഞോ? പ്ലീസ്, നല്ല പോലീസല്ലേ, ഒന്ന് തുറക്കോ? ഉം, ഞാൻ തന്നെയാ. അയ്യോ! ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ പിന്നോട്ട് സഞ്ചരിച്ച പോലെ എനിക്ക് തോന്നിയത്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശാലിനി മാമിന് വേണ്ടി ഇത് ശ്യാമിലി മാമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പൂക്കാലം വരവായി എന്ന് പറഞ്ഞ സിനിമയും മാളൂട്ടിയിലും അതെ അതെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ. അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ നമ്മൾ ആ ഒരു ഏജിൽ നമ്മൾ ഈ ഒരു ചെറിയ കുട്ടികളുടെ ശബ്ദം ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് മുമ്പ് തന്നെ കുട്ടികളുടെ വോയിസസ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഈ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ ഇത് കൊഞ്ചൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഫ്രീ ടൈമിൽ എല്ലാവരും ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമല്ലോ എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും. അപ്പോൾ ഞങ്ങൾ ഒരു ശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, മൊട്ടശങ്കർ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കാം. അപ്പോൾ ശങ്കർ ഇങ്ങനെ നായുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാനിങ്ങനെ പൊമരേനിയൻ നായി, അത് വലിയ അൽസേഷ്യൻ നായി, അങ്ങനെയൊക്കെ നായി, കാക്ക, പൂച്ച, ഇങ്ങനെയൊക്കെയുള്ള ശബ്ദം ഉണ്ടാക്കി വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് ടൈം പാസിന് വേണ്ടി ചെയ്യും. അപ്പം ഞാനിങ്ങനെ കുട്ടിയുടെ ശബ്ദം എടുക്കും, കുട്ടിക്കാരെ ജനിച്ച കുട്ടിക്കാരെയുന്ന പോലെ അങ്ങനെ വെറുതെ അങ്ങനെ വെറുതെ ശീലിച്ചതാ. ഐ മീൻ വെറുതെ ഒരു തമാശയ്ക്ക് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അപ്പോൾ കുട്ടികൾക്ക് ഡബ് ചെയ്യുന്നത് അറിയുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഭരതേട്ടൻ എന്താണ് മാളൂട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു. കാരണം അന്ന് ഉണ്ടായിരുന്ന കുറച്ച് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ തന്നെ യൂട്ടിലൈസ് ചെയ്യണം. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഡബ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനും അമ്പിളിയാണ്. അമ്പിളി എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ്, ഷീസ് നോ മോർ ടുഡേ. അപ്പോൾ അങ്ങനെ ഷാർപ്പ് വോയിസ് ഞങ്ങൾക്കാണ് കൂടുതൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ആ കൂട്ടത്തിൽ എനിക്ക് ആ സെലക്ഷൻ കിട്ടി എന്നുള്ളത്. അത് ശരിക്കും ഇപ്പൊ തന്നെ എനിക്ക് കേൾക്കുന്ന സമയത്ത് ഒരു മാറ്റവും തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വന്നിട്ടില്ലേ? ഇപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും ശ്രീജ ചേച്ചിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാ തരത്തില്, പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ പല കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ, നേരത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പല പല ജോണറിൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് തൻ്റെടിയായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഊമയായിട്ട് ചെയ്തിട്ടുണ്ട്, പലതരത്തിലും ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ശബ്ദം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഈ ഒരു അത്രയും ഹിറ്റായിരുന്നു അന്ന് മാളൂട്ടിയും പൂക്കാലം വരവായി എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ആ കാലത്തൊക്കെ ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ മാളൂട്ടിയുടെ പോലെ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശബ്ദം അതൊക്കെ ഭയങ്കര. പക്ഷെ ശബ്ദമൊന്നും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അന്ന് മാളൂട്ടിക്ക് വേണ്ടി ഡബ് ചെയ്തത് ഞാനാണെന്നോ അങ്ങനെയൊന്നും ആർക്കും തിരിച്ചറിയാൻ വഴിയില്ല. കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയ്ക്കും വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊക്കെ ഒരു എക്സ്പോഷർ കിട്ടുന്നത് കൂടുതലും. അതുവരെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ വലിയ സീനിയേഴ്സിൻ്റെ ഇൻ്റർവ്യൂ വരുമെന്നല്ലാതെ നമുക്കൊന്നും അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയിരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പടം ഹിറ്റായാൽ പോലും ഇന്നാൾക്ക് ഇന്നാളാണ് ഡബ് ചെയ്തതെന്ന് എവിടെയെങ്കിലും ഒന്ന് പറയോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു അപ്രിസിയേഷൻ കിട്ടുമോ, അങ്ങനെയൊക്കെ എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകൾക്കും ഉള്ള ഒരു വിഷമമാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ അത് ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അത് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് മകള് ഡബിങ് ആർട്ടിസ്റ്റായി വന്ന സമയത്ത് തന്നെ എത്രയോ ആളുകൾ ഇവർക്ക് നയൻതാരയ്ക്ക് ഡബ് ചെയ്തത് ഇദ്ദേഹം ആണ് എന്നുള്ളത് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യപ്പോ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റം തന്നെയാണ്. അതിനുശേഷം കാറ്റത്തെ കിളിക്കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതിൽ രേവതി മാമിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്തപ്പോഴായിരുന്നു കുറച്ചുകൂടി ഒരു പക്വതയുള്ള കഥാപാത്രം ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ഓർമ്മ എങ്ങനെയാണ്? അതിന് മുമ്പ് ഞാൻ 91-ലാണെന്ന് തോന്നുന്നു. ഇത് 93 അതെ 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 93 നോക്കട്ടെ, സോറി 83. 93 കാരണം 84-ൽ ഞാൻ +2 പാസ്സായി. അതിന് മുമ്പേ ആയിരുന്നത്. 81-ൽ ഇളനീർ എന്ന് പറയുന്ന ഒരു പടത്തിന് ഞാൻ അതിൻ്റെ നായികയ്ക്ക് ജോളി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് ഉള്ളതാണ്. പക്ഷെ അന്നും നമ്മളൊരു ഹീറോയിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റത്തേക്കിളി കൂടി ചെയ്യുമ്പോഴും രേവതിക്കാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയാം. പക്ഷേ അത് ഹീറോയിൻ വോയിസ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും അറിയില്ല. അപ്പം ഡയലോഗ് അനുസരിച്ച് അവരുടെ വിഷ്വൽ അനുസരിച്ച് നമ്മൾ പറയുന്നു. അത് കറക്റ്റ് ആണെങ്കിൽ ഡയറക്ടർ ഓക്കെ പറയും, അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറയുന്നല്ലാതെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അന്ന് അറിയില്ലായിരുന്നു. ആ പ്രായം അതുമായിരുന്നു, കാലഘട്ടം അതായിരുന്നു. അതെ അതെ.
അതുകൊണ്ട് പക്ഷെ എന്നാലും ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ട്. അതായത് ഒരു സെക്കൻഡ് ഹാഫ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കളിച്ച് തിരിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറായി വന്ന് സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് കുറച്ച് ഇമോഷണലി കുറച്ച് ദേഷ്യപ്പെടുന്ന അങ്ങനത്തെ ക്യാരക്ടറായി മാറും. അപ്പൊ എങ്ങനെ അതൊക്കെ ആ ഒരു ഷിഫ്റ്റ് ചേഞ്ച് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ദേഷ്യപ്പെടുന്ന സീൻസ് ഒക്കെ ഞാനും ലാലേട്ടനും ഒരുമിച്ച് കോമ്പിനേഷൻ ആയിരുന്നു ചെയ്തത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് ഡയലോഗ്സ് ഒക്കെ പഠിക്കാൻ കുറച്ച് ടഫായിരുന്നു, കാരണം എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പം ഞാനത് മംഗ്ലീഷിൽ എഴുതിയെടുത്തിട്ട് അങ്ങനെയായിരുന്നു ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അന്ന് നമുക്ക് ലൈൻ ബൈ ലൈനോ പഞ്ചിങ് സിസ്റ്റമോ ഇല്ലല്ലോ, ലൂപ്പ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്കൊരു 10 ലൈനോ അല്ലെങ്കിൽ ഒരു 8 ലൈനോ 7 ലൈനോ ഉണ്ടെങ്കിൽ നമ്മളത് പഠിച്ചേ പറ്റൂ. അത് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് ലിപ്പ് നോക്കി പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ലാലേട്ടൻ അഭിനയിച്ചതുകൊണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് കൊണ്ടും എല്ലാ ഡയലോഗ്സും ടിപ്സിലാണ്, പുള്ളി റെഡിയാണ്. അപ്പം ഞാനിതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോട് പറയും ഒന്ന് വേം പഠിക്കുന്നു ഇങ്ങനെ കളി തമാശ. അന്ന് ഭയങ്കര ലാലേട്ടൻ കുറച്ചുകൂടി ജോളി ടൈപ്പ് ആയിരുന്നു, ഇപ്പൊ കുറച്ച് മെച്യൂരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആയിരുന്നില്ല അന്ന് ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ആ സ്റ്റുഡിയോ തന്നെ ഇങ്ങനെ ബൾട്ടി അടിച്ച് ഇങ്ങനെ കളിക്കും, വിസിലടിക്കും, അങ്ങനെ പുള്ളി തന്നെ ടൈം പാസ് ചെയ്യാൻ വേണ്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളിതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ടഫായിരുന്നു എനിക്ക് ഡയലോഗ്സ് ഒക്കെ മലയാളം പഠിച്ച് റെഡിയാക്കി എടുക്കാനും. പിന്നെ ലൂപ്പ് സിസ്റ്റത്തിൽ അത്രയും ഡയലോഗ്സ് ഒരുമിച്ച് പഠിച്ച് പറയണ്ടേ. പക്ഷെ ശരിക്കും നല്ലൊരു സിനിമയും കൂടിയായിരുന്നു അല്ലേ? ശ്രീവിദ്യ മാമും എല്ലാവരും ഉണ്ടായിരുന്നു. ഗോപിച്ചേട്ടൻ്റെ ആ ലാസ്റ്റ് സീൻ, അവ 3 പേരും കൂടിയിട്ടുള്ള ഒരു സീനുണ്ട്. അപ്പൊ ലാസ്റ്റത്തെ ആ സീനിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, അങ്ങനത്തെ ഒരു കഥാപാത്രം എത്ര ഓർമ്മയില്ല. പിന്നെ അതിൽ തന്നെ പിള്ളേർക്കും ഡബ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് അത്, കാരണം ആ പടത്തിന് ശേഷമാണ് എനിക്ക് കൂടുതലും ആ ഒരു ടീനേജ് ഹീറോയിൻസിന് ഒരുപാട് അവസരങ്ങൾ വന്നു തുടങ്ങിയത് ആ പടം കഴിഞ്ഞ്. അപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല, ആ ഒരു പ്രായത്തിന്റെ നമുക്ക് ഒരു പക്വതയുടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ പിന്നെ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് അത്രയൊരു പക്വത ഇല്ലാത്തൊരു കാലഘട്ടം. ഒരു ജോലി ചെയ്യുന്നു, നമ്മളെ വിളിക്കുന്നു, നമുക്ക് ജോലി ആയിരുന്നു, നമുക്ക് കൂലി തരുന്നു, ഇങ്ങനെയുള്ള ഒരു പോക്കായിരുന്നു. അല്ലാതെ ഈ ഒരു ക്രാഫ്റ്റിന്റെ ഡബിങ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും നമ്മളൊരു ആർട്ടിസ്റ്റിന് വേണ്ടി അത്രയും ഒരു 100% ശബ്ദം കൊടുത്ത് ആ ഒരു പിന്നെ ക്യാരക്ടറിനെ നമ്മൾ ജീവൻ വെപ്പിക്കുന്നുണ്ട്, അങ്ങനെയുള്ള തോട്ട്സ് ഒന്നുമില്ല, അതിന്റെ അറിവും ഇല്ലായിരുന്നു. അപ്പൊ അത് ഇപ്പോഴായിരുന്നു സീരിയസ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നത്? അത് ഓൺ ദ ഗോല് നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ക്യാരക്ടർ ഇപ്പോൾ ഒരു ഹിന്ദി നടി അഭിനയിക്കുമ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ജൂഹി ചാവ്ല മാമിന് പിന്നെ കത്രീന കൈഫിന് ബൽറാം താരാദാസ് ആ പടത്തിന്റെ ഡബിങ്ങിന് പോയപ്പോൾ പൈലറ്റ് ട്രാക്ക് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അത് എന്ത് ഭാഷയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നും, അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കും. അപ്പം ഡയലോഗ് നോക്കുമ്പോഴാണ് ഇന്നതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക. അത് അവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ടാണ്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളത് കറക്റ്റ് ചെയ്ത് ഡബ് ചെയ്തതിന് ശേഷം റീപ്ലേ കേൾക്കുമല്ലോ, കേൾക്കുമ്പോൾ ടോട്ടലായിട്ട് അതൊരു മലയാളം ഫീൽ അവർ പറഞ്ഞ പോലെ തോന്നുമല്ലോ. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു പകുതി ഡബ് ചെയ്തിട്ട്, ഹാഫ് ദ ഫിലിം ഡബ് ചെയ്ത് ഞാൻ ഒരു ദിവസം പോയി, തിരിച്ച് നെക്സ്റ്റ് ഡേ ഡബ് ചെയ്യാൻ വേണ്ടി 2 മണിക്ക് അങ്ങനെ ഉച്ചയ്ക്ക് വന്നപ്പോൾ മമ്മൂക്ക സ്റ്റുഡിയോയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ലാൽ മീഡിയയിൽ. അപ്പോൾ മമ്മൂക്ക എന്നോട് ചോദിച്ചു, താനാണോ അവൾക്ക് ഡബ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ എന്തോ അബദ്ധം പറ്റി, എന്നെ വഴക്ക് പറയാൻ വേണ്ടി പോവാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതേക്കാ എന്ന് പറഞ്ഞു. കൊള്ളാം, ഇപ്പം ആ പെണ്ണിനോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ വലിയൊരു കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരു വലിയ ആൾക്കാരുടെയൊക്കെ അങ്ങനെ കേൾക്കുമ്പോഴാണ് ഓക്കെ, അപ്പം ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ ഇത്രയും ഇൻപുട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ജോബിനോടുള്ള ഒരു സീരിയസ്നെസ് ഇങ്ങനെ ഒരു ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് ആണ് അത് ശരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നു പോകുന്നു, ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളതൊരു മെക്കാനിക്കൽ ലൈഫ് പോലെ, മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ജോബ് പോലെ അങ്ങ് പോകും. അപ്പൊ ശരിക്കും അവര് ഇംഗ്ലീഷിൽ ഇത് പഠിക്കുക എങ്ങനെയായിരിക്കും അവര് ചെയ്യുന്നത്? കൂടുതലും അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പൊ അവര് ലിപ്സിംഗ് ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഒന്നും ഒക്കെ ഭയങ്കര ഇതാണ്. അതുപോലെ ഇപ്പൊ ജൂഹി ചാവ്ലയ്ക്ക് ഡബ് ചെയ്യുമ്പോൾ അവര് ലോങ് ഷോട്ടിലൊക്കെ ഇങ്ങനെ 1 2 3 2 4 3 4 5 6 ABCD ഇങ്ങനെയൊക്കെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ എക്സ്പ്രഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും, കാരണം ഫാസിൽക്കാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്, അതൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ അന്തം ഈശ്വര ഞാനിത് എങ്ങനെ പറയുന്നത്, പക്ഷെ ഫാസിൽക്ക് കറക്റ്റായിട്ട് നമുക്ക് ആദ്യം ഒരു മോണിറ്റർ പറഞ്ഞു തരും,
ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ പറ. അപ്പം ഞാൻ എന്നിട്ട് പറയും, ഇല്ല ഇക്ക അത് അവിടെ എത്തുന്നില്ല, പിന്നെ ലിപ്പ് എത്തുന്നില്ല, ഭയങ്കര സ്പീഡാണ്. ശാലിനിക്കൊക്കെ ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ ഫാസിൽക്ക് ഡബ് ചെയ്ത് കാണിച്ചു തരും. എൻ്റെ ഒരു ഫ്രെയിം മുമ്പേ തുടങ്ങും, ഒരു ഫ്രെയിം അവസാനം ഇടും. പക്ഷെ കറക്റ്റ് ആയിരിക്കും. കാരണം ഫാസിൽക്കയ്ക്ക് അത് ആ ഫ്രെയിമും ആ ഡയലോഗ്സിൻ്റെ പിന്നെ എങ്ങനെ വേണം എന്താണെന്നുള്ളത് 100% പുള്ളിക്ക് അത് തന്നെ വേണം താനും. അത് എത്ര പ്രാവശ്യം ചോദിച്ചാലും അത് തന്നെ പറഞ്ഞു തരും. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഡബിങ്ങിന് പോകുമ്പം ഒരു ഡയലോഗ് ആണെങ്കിൽ അത് ഇങ്ങനെയും പറയാം അങ്ങനെയും പറയാം എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി മാറ്റി പറയുമല്ലോ. അപ്പോൾ ഡയറക്ടേഴ്സിന് അത് ഓക്കെ ആയിരിക്കും. ആ ഇത് ബെറ്ററാണ് അതിനേക്കാളും, ഇങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതാണ് ബെറ്റർ, ഇങ്ങനെ പറയാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അവരുടെ സജഷൻസ് ഉണ്ടാവും. പക്ഷെ ഫാസിൽക്കയുടെ പടത്തിൽ വേറെ ഒരു സജഷനും അവിടെ നടക്കില്ല. ഫാസിൽക്കയ്ക്ക് എന്താണ് വേണ്ടത്, ആ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാഫിലുള്ള മീറ്റർ, ലൈക്ക് ആ ഒരു വോയിസ് ഇത്രയ്ക്കേ പൊങ്ങാവൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഫിക്സ്ഡ് ആണ്. അപ്പോൾ അത് തന്നെ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ പേടിച്ചായിരിക്കും, അയ്യോ ഇതിങ്ങനെയായോ, ഇത് ശരിയായോ, ഇങ്ങനെ ഇത് അങ്ങനെയുള്ളൊരു ടെൻഷൻസ് ഉണ്ടാവും. നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത് ശരിയാവുന്ന വരെയുള്ള ഒരു പോരാട്ടമാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ കാണുന്നത്. അല്ല അത് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിനി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അനിയത്തി പ്രാവില് എങ്ങലടിക്കാൻ അധികം എങ്ങലടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് വിടേയില്ല. കരച്ചിൽ ഒരു കരഞ്ഞുകൊണ്ട് പറയുന്ന ഡയലോഗിനിടയിൽ ഒരു നമ്മൾ സുധി നീ പറ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടയിലൊക്കെ വേണ്ട, ഇടയിലുള്ള ആ ഒരു ഏങ്ങലേ നീ കൊടുക്കണ്ടെന്ന് പറയും. അപ്പം നമുക്കത് കഷ്ടമാണ്. സുധി അതില്ലാതെ നീ പറ എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാവും. നമ്മളങ്ങനെ യൂസ്ഡ് അപ്പ് അല്ല മറ്റുള്ള പടങ്ങളിൽ ഓരോരോ രീതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ശാലിനി മാമിനായിരിക്കും ഇത്രയും ചെറുപ്പത്തിലോട്ടിട്ട് അത്രയൊരു വലിയൊരു ക്യാരക്ടർ വലുതായിട്ടും ക്യാരക്ടറിന് ചെയ്തിട്ടുള്ള ഉണ്ടായിരിക്കും. ശാലിനിക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കാവ്യക്ക് ബേബി ആർട്ടിസ്റ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്, അഴകിയ രാവണനിലുണ്ടായിരുന്നു, നായികയായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ആർട്ടിസ്റ്റ്, മഞ്ജിമയ്ക്ക് ഞാൻ പ്രേം സിനിമയിൽ കുട്ടിയായിരിക്കും ചെയ്തിട്ടുണ്ട്. എൻ്റെ മകള് അവൾക്ക് വേണ്ടി നായിക ആയതിനു ശേഷം തമിഴില് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ചില കോയിൻസിഡൻസസ്. പിന്നെ നയൻതാര മാമിന് രണ്ടുപേരും ഡബ് ചെയ്തിട്ടുണ്ട്. അല്ല ഈ ശാലിനി മാമിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറുപ്പത്തിലത്തെ വോയിസ് നമ്മളിപ്പോ പറഞ്ഞു, അതിനുശേഷം പലതരത്തിലുള്ള ജോണറിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. തന്റേടിയായിട്ടുള്ള ഇപ്പൊ നിറത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫ് വരെ കുറച്ച് തന്റേടിയായി ഒരു, അതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ അനിയത്തിപ്രാവിലാകുമ്പോൾ കുറച്ച് സട്ടിൽ ക്യാരക്ടർ ആയിരുന്നു, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതുപോലെ സുന്ദരകില്ലാടിയിലും പറയുമ്പോൾ വേറൊരു ക്യാരക്ടർ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, ഓരോ ഇമോഷൻസ് ഒക്കെ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത് ഡബിങ്ങിൽ? അല്ല അത് അവർ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അവരൊക്കെ നല്ല ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു വിഷ്വൽ കാണുമ്പോൾ ആ സീനിന് എന്താണോ വേണ്ടത് നമുക്കത് ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ കഥാപാത്രം എന്താണെന്ന് പറഞ്ഞു തരും. കഥയുടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നമുക്ക് ഡബിങ്ങിൻ്റെ മുമ്പേ ഡയറക്ടറോ അല്ലെങ്കിൽ റൈറ്ററോ പറഞ്ഞു തരും. ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് ഈ കഥാപാത്രം ബബ്ലി ആയിട്ട് പറയേണ്ടതാണോ, ബോൾഡാണോ, അല്ലെങ്കിൽ സട്ടിലാണോ, സോഫ്റ്റ് ആണോ, ഇതെല്ലാം ചോദിച്ച് ഞാൻ മനസ്സിലാക്കും. അതിനുശേഷമാണ് നമ്മൾ ഡബ്ബിങ് തുടങ്ങുന്നത്. അപ്പോൾ ആ സീനിൽ അവർ പറയുന്ന പല ട്രാക്ക് നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഇവരൊക്കെ മലയാളം അറിയുന്ന ആർട്ടിസ്റ്റുമാണ് കൂടുതലും. അപ്പോൾ അവർ ആ സീനിൽ എന്താണോ വേണ്ടത് അവരുടെ ഫേസിൽ അതുണ്ടാവും, അവരുടെ ബോഡി ലാംഗ്വേജിൽ അതുണ്ടാവും. അപ്പം നമ്മളത് നശിപ്പിക്കാതെ അതിൽ ജെല്ല് ചെയ്ത് പറഞ്ഞാൽ തന്നെ 100% നമുക്ക് കിട്ടും. പിന്നെ ചിലപ്പോൾ ഭാഷ അറിയാത്ത ആർട്ടിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അത് ഡയറക്ടറുടെ ആ കഥാപാത്രത്തിനൊത്ത് അവരുടെ അഭിനയത്തിൽ അത്ര വന്നിട്ടില്ലെങ്കിൽ അവിടെ നമ്മളോടൊന്ന് കൂട്ടി ഹൈലൈറ്റ് ചെയ്യാൻ പറയും. കൂടുതലായിട്ട് എക്സ്പ്രഷൻ ഇടാനോ ഇമോഷൻ ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനോ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേരിയേഷൻ വരുത്തിയാൽ മതി. അല്ലാതെ ബ്ലാങ്ക് ആയിട്ട് പിന്നെ വിഷ്വലേ ഇല്ലാത്ത ഒരു സംഭവത്തിൽ നമ്മൾ പിന്നെ നമ്മുടെ ഇമോഷൻസ് വർക്ക് ചെയ്യുമ്പോഴേ പാടുള്ളൂ. ഒരു ചിത്രമുള്ളപ്പോൾ നമുക്ക് അത് വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അതെ, അതുപോലെയാണ്. അത് ശരിക്കും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഒരു അഭിനേതാവും കൂടി ആയിരിക്കണം അല്ലേ? അങ്ങനെയല്ല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരിക്കും, തീർച്ചയായിട്ടും നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് നല്ലൊരു അഭിനേതാവും. കാരണം നമ്മൾ മൈക്കിന് മുമ്പിൽ നിന്നിട്ട് അഭിനയിക്കാതെ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻസ് വോയിസിൽ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലവർക്ക് അതിനുള്ള കഴിവുണ്ടാവും, ഫേസിൽ കൊടുക്കാതെ തൊണ്ടയിൽ വരുത്താൻ പറ്റുന്ന കഴിവുണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, എനിക്കങ്ങനെ ഞാൻ അറിയാതെ അവിടെ നിന്നിട്ട് നീ എന്തിനങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത് അതങ്ങ് വരും.
ആ ഒരു എക്സ്പ്രഷൻ വരുന്നത് അങ്ങനെ വരുമ്പോഴേ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എന്താണ് ആ ഇമോഷൻ അത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിപ്പോ നമ്മളെല്ലാവരും ഇപ്പൊ സിനിമയിൽ മാത്രമല്ല, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ കരഞ്ഞ് സംസാരിക്കും, നമ്മുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ വരും എന്തായാലും. വരുമല്ലോ, അപ്പൊ അത്രേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. അങ്ങനെ വന്നാലാണല്ലോ അത് ആളുകൾക്ക് അത് എഫക്റ്റ് ആവുന്ന, വിഷമാണോ അല്ലെങ്കിൽ പക്ഷേ നമുക്ക് ഇതിന് പരിമിതി ഉണ്ട്. കാരണം നമുക്ക് ഒരുപാട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയും ടൈം ഫ്രെയിമിൽ നിന്ന് ഔട്ടായിട്ടൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇമോഷൻ കൊടുക്കാനോ ഒന്നും പറ്റില്ല. മൈക്ക് എവിടെയാണെങ്കിൽ നമ്മൾ ആ ഒരു മൈക്ക് ഫേസിങ് മാറാത്ത രീതിയിൽ അത് നിന്നിട്ട് വേണം അഭിനയിക്കാൻ. എന്താണെങ്കിലും ഇപ്പോൾ ഒരു ഫൈറ്റ് ആണെങ്കിലും ഹൈറ്റിൽ നിന്ന് തുള്ളുന്ന പോലെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സാധനം കുനിഞ്ഞെടുക്കുന്ന പോലെയാണെങ്കിലും നമ്മൾ ആ ശബ്ദം കൊടുക്കുമ്പോൾ മൈക്കിൽ നിന്ന് മാറാൻ പറ്റില്ല. അപ്പം മൈക്ക് എവിടെയാണ് നമ്മളൊരു ശബ്ദം ഇത് ഒരു കുനിഞ്ഞെടുക്കുന്ന നീ അതിങ്ങോട്ട് എടുത്തേന്ന് ഇങ്ങനെ പോയാലും ഈ മൈക്ക് ഇവിടെ ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നെ നിന്നിട്ട് നീ അതിങ്ങോട്ട് എടുത്തേ, അതൊക്കെ ആയിരിക്കും ചലഞ്ചിങ് ആയിരിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. പണ്ട് എനിക്ക് തോന്നുന്നു ഭാഗ്യലക്ഷ്മി മാം ഒക്കെ പറയുന്നുണ്ട്, വെള്ളം കുടിക്കുന്ന സീനൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, വെള്ളം കുടിച്ചുകൊണ്ട് എടുത്ത് അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു ഇത് ഇറക്കി അങ്ങനത്തെ കുറെ സീനുകൾ. അങ്ങനെ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള എപ്പോഴും ഡബിങ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വെള്ളം കുടിക്കുന്ന പോലെയും വെള്ളം കുടിച്ചിങ്ങനെ തുപ്പുന്ന പോലെയും അങ്ങനെയൊക്കെ ചവച്ച് സംസാരിക്കുന്ന പോലെയും അതൊക്കെ ചെയ്തു. അപ്പൊ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഏറ്റവും കുറച്ച് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം പ്രിപ്പയർ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ട് ചെയ്തൊരു കഥാപാത്രം ഏതായിരുന്നു? അങ്ങനെ പ്രിപ്പറേഷൻ, ഈ ഡബിങ്ങിന് പ്രിപ്പറേഷൻ പറ്റില്ല. കാരണം നമ്മള് ഈ ക്യാരക്ടർ എന്താണെന്ന് ഒന്നും അറിയാതെ ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇന്നതാണ് കഥാപാത്രം, ഇന്നതാണ് അവരുടെ ലുക്ക്, ഇന്നതാണ് അവരുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ അവിടെ പോയിട്ടാണ് കാണുന്നത്. അല്ലാതെ ഒന്നും ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അഭിനയിക്കുന്നതാണെങ്കിൽ നമുക്ക് സീൻസ് നേരത്തെ ഒന്ന് വായിച്ചു നോക്കാനാന്നും പറഞ്ഞ് നമുക്ക് ആ സീൻസ് ഒന്ന് വായിക്കാൻ വേണ്ടി വാങ്ങിക്കാം. എന്നാലും ഓൺ സ്പോട്ട് നമ്മൾ അഭിനയിക്കുമ്പം അതിൻ്റെ ആ ഒരു കൊറിയോഗ്രാഫ് തന്നെ മാറും. ഞാൻ ഉദ്ദേശിക്കുന്ന മോഡുലേഷൻ ആയിരിക്കില്ല ഡയറക്ടർക്ക് വേണ്ടത്. അപ്പോൾ ഒന്നും പഠിക്കാതെ ജസ്റ്റ് ആ സീക്വൻസ് എന്താണ് ആ സീനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് പ്രിപ്പറേഷൻ വായിക്കാം. അതല്ലാതെ ഡബ്ബിങ്ങിന് അതൊന്നും നടക്കില്ല. കാരണം ആ സ്പോട്ടിൽ പോകുമ്പോഴാണ് അവർ തെറ്റിച്ച് പറഞ്ഞതും അവർ ഗ്യാപ്പ് തെറ്റായിട്ട് പറഞ്ഞതും എല്ലാം നമ്മൾ സ്പോട്ടിലാണ് കറക്റ്റ് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറക്കും തളികളിലുള്ള കഥാപാത്രത്തിന്, അതിൽ ഊമപ്പയ്യന്, ഉരിയാട പയ്യൻ സിനിമയില് ഒരു ഊമയായിട്ടുള്ള കഥാപാത്രം, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു. അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യദാസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് സ്വന്തമായിട്ട് എന്തോ ഒരു പുതിയൊരു ലാംഗ്വേജ് ഉണ്ടാക്കിയതായിരുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ രണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ നോർമലി ഡബ് ചെയ്യുന്ന പോലെ അല്ല ഒരു ഊമ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കഥാപാത്രം, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അത് ഭയങ്കര രസമായിരുന്നു. കാരണം എന്താണെന്ന് ഭാഷ അറിയാതെ ആവാക്കുട്ടി എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് കറക്റ്റ് മീറ്ററിൽ ഫില്ല് ചെയ്താൽ മതി. പക്ഷെ ഇമോഷൻ കറക്റ്റ് ചോദിക്കുന്ന പോലെ ഇപ്പൊ ഞാനൊക്കെ എന്നാ പറയുകയാണെങ്കിലും നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ അതിൽ വരണം. ജംഗലെ പതികളെ എന്ന് പറഞ്ഞാല് ആ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന എക്സ്പ്രഷൻ അതിൽ വന്നാൽ ആ കുട്ടിയുടെ ഫേസുമായിട്ട് അങ്ങ് മാച്ചായി. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഊമപ്പയ്യനും ഉരിയാടപ്പയ്യനും എങ്ങനെയായിരുന്നു? അതില് പിന്നെ കാവ്യക്ക് ചെയ്തിട്ടുണ്ട്. കാവ്യക്ക് ചെയ്തപ്പോ ഊമ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഊമയല്ല എന്തെന്നാ വലിയ കാര്യം എന്നൊക്കെ പറയും. പക്ഷെ ഊമയ്ക്ക് ഡബ്ബ പാടാണ്. മറ്റുള്ള നമ്മള് സാധാരണ നമ്മൾ കരയുമ്പോ ഇങ്ങോട്ടും വലിക്കും അങ്ങോട്ടും വലിക്കും. പക്ഷെ ഊമയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ സ്ട്രെയിൻ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പിടിച്ചിട്ടാണ് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിന് മുൻപൊക്കെ നമ്മൾ കണ്ടിട്ട് അത് ശ്രീജി ചേച്ചിയാണോ ചെയ്തത്? അതും ഇതൊരു അങ്ങനെ അതും അയ്യോ ആ സിനിമ എനിക്ക് പറഞ്ഞപ്പോ എനിക്ക് കണ്ണിന്ന് വെള്ളം വരും. അതും ഒരു നല്ലൊരു സിനിമയായിരുന്നു. അത് എനിക്ക് പല ലാംഗ്വേജിലും എടുത്തിട്ടുണ്ടായിരുന്നു സിനിമ. അത് തമിഴും തെലുങ്കും എല്ലാം ഞാൻ തന്നെ. ബേബി സുജിതയാണ് സുജിത ചെയ്തിട്ടുണ്ടായിരുന്നത്. മമ്മൂക്ക നായകൻ ഇതില്. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ശ്രീജി ചേച്ചി ആണോ ചെയ്തത് എന്നുള്ളത്. ആയിരുന്നില്ല. അതും ഇതേപോലെ തന്നെ അതും ഊമയായിട്ട് തന്നെ ആയിരുന്നു കഥാപാത്രം. അതും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെ. എനിക്കത് ഭയങ്കര പെട്ടെന്ന് സംശയം കണ്ണിന്ന് വെള്ളം വന്നു ഒരു പെട്ടെന്ന്. അപ്പൊ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ കാവ്യ ചേച്ചി എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും പറയുന്നത്, ഇപ്പം നേരത്തെ ശാലിനി മാമിൻ്റെ പറഞ്ഞ പോലെ തന്നെ കാവ്യ ചേച്ചിയുടെ എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രീജ ചേച്ചിയുടെ ശബ്ദമാണ് നമ്മളെപ്പോഴും കേട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും
അല്ലെങ്കിൽ ഒരേ ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ ആ ശ്രീജ ചേച്ചി ഡബ് ചെയ്തെന്ന് പറയണേക്കാട്ടും കൂടുതൽ കാവ്യയുടെ ഓരോ സിനിമകളും വ്യത്യാസമാണ്. ഓരോ സിനിമ ആണ്. ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു മോഡുലേഷൻ ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാ. അതാ ഞാൻ പറഞ്ഞ മോളെ, ആ കഥാപാത്രത്തിന് എങ്ങനെയാണോ അവരതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രം വളരെ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള റോളാണെങ്കിൽ അവരും അങ്ങനെ ആയിരിക്കുമല്ലോ അവരുടെ അഭിനയം ഉള്ളത്. അപ്പോൾ ആ അഭിനയത്തിൻ്റെ ഫേസ് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പിച്ച് കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ പറയുക, അത് എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കങ്ങനെ വോയിസ് മാറും. ഇപ്പം ഞാനിപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ശാലിനിക്ക് വേറെ വോയിസ് അല്ലെങ്കിൽ റോമയ്ക്ക് വേറെ വോയിസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം വോയിസ് മാത്രമായിട്ട് എൻ്റെത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം ഞാനാണെന്ന് തോന്നും. പക്ഷേ ആ കഥാപാത്രമായിട്ട് നോക്കുമ്പോൾ അതെ 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 ഞാൻ നിങ്ങൾക്കത് ആ പറഞ്ഞത്. കാവ്യക്ക് ഡബ് ചെയ്ത ആളാണ് അത് ചെയ്തതെന്നുള്ളത് ഒരിക്കലും അങ്ങനെ ആരും ഇല്ല കമന്റ് ഇല്ല 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 ഇല്ല. പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറെ ഡബിങ് ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളെപ്പോഴും പറയാണ്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോൾ കാണുമ്പോൾ എല്ലാവരുടെയും ഭാഗ്യ ചേച്ചി ഡബ് ചെയ്താന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജ ചേച്ചിയുടെ ഓരോന്നിനും ഓരോ വ്യത്യസ്ത കഥാപാത്രങ്ങളാണ്. അതെന്താ ശബ്ദം ദൈവാനുഗ്രഹവും പിന്നെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ കാവ്യ ഇല്ല ചേച്ചിയുടെ? മോളെ, ഏതെങ്കിലും ഡയലോഗായിട്ട് അങ്ങനെ ഓർമ്മയില്ല. അതാ ഞാൻ പറഞ്ഞേ. അനന്തഭദ്രത്തിലെയോ ഏതെങ്കിലും അയ്യോ, എത്ര 2000 പടങ്ങൾക്ക് മേലെയില്ലേ. അപ്പം ചെയ്തിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജിലും. അപ്പം നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങിയ രാത്രി ആകുമ്പോഴേക്കും ആ പടം അങ്ങ് തീരും. ആ. പിന്നെ നമ്മൾ അടുത്ത പടത്തിന്റെ ഇതിലായി. അപ്പം നമുക്ക് മൈൻഡിൽ ഈ ഡയലോഗ്സ് ഒന്നും പക്ഷെ ഓർത്ത് വെക്കുന്ന ഒരുപാട് ടാലന്റഡ് ആൾക്കാരുണ്ട്. ഇപ്പൊ ചോദിച്ചാൽ ഇങ്ങനെ മണിമണി പോലെ പറയുന്ന ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ട്. ഉം. പക്ഷെ എനിക്ക് അങ്ങനെ ബൈ ഹാർട്ടായിട്ട് എൻ്റെ പക്ഷെ മനസ്സിലൊന്നുമില്ല. നമ്മളെപ്പോഴും കവി ചേച്ചിയുടെ സിനിമ എടുത്തു നോക്കുമ്പോൾ അതിൽ ശ്രീജ ചേച്ചിയുടെ ശബ്ദം തന്നെയാണ് എപ്പോഴും കാണാറുള്ളത്. എത്രയോ കൂടുതൽ സിനിമകള് അനന്തഭദ്ര ആയാലും ഈശമാധവനായാലും അതെ. എത്രയോ സിനിമകൾ എടുത്തു നോക്കുന്ന സമയത്ത് അതും വ്യത്യസ്തമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആണോ? വലിയൊരു താങ്ക് യു, വലിയൊരു അനുഗ്രഹം താങ്ക് യു, തന്നെയാണ്. താങ്ക് യു. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് സിമ്രാൻ മാമിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ശ്രീലങ്കൻ തമിഴാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൂറിസ്റ്റ് ഫാമിലിയിൽ അല്ല ചെയ്തിട്ട് അല്ല അല്ല ടൂറിസ്റ്റ് ഫാമിലിയിൽ ചെയ്തിരുന്നല്ലേ? ടൂറിസ്റ്റ് ഫാമിലിയിൽ ഞാൻ അഭിനയിച്ചു. ശിമ്രന് ശബ്ദം ഡബ് ചെയ്തിട്ടില്ല അല്ലേ? ചെയ്ത് ഡബ് ചെയ്തിട്ടില്ല അല്ലേ? സിമ്രന് ഡബ് ചെയ്തത് അതില് സവിത എന്ന് പറഞ്ഞിട്ട് സവിത തമിഴില്. ഞാൻ അങ്ങനെ ഡബ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ സിമ്രന് ഞാൻ വിചാരിച്ചത്. ഡബ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് ഫിലിം നേർക്ക് നേർ, പിന്നെ കനവേ കലയാതെ എന്ന് പറഞ്ഞാൽ അവരുടെ തുടക്കകാലത്ത് 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് സവിത എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയാണ് അവർക്ക് സ്ഥിരമായിട്ട് പെട്ടെന്ന് ഡബ് പക്ഷെ ശബ്ദം ചെയ്തിട്ടുള്ളത്. കേട്ടപ്പോ ഒരു സിനിമ അങ്ങനെ തോന്നി, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ അതിൽ അവരുടെ കോമ്പിനേഷനിൽ അഭിനയിച്ചു. ആ ആ ആ അപ്പോൾ ശരിക്കും ഡബ് ചെയ്യണതാണോ കൂടുതലും അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അഭിനയിക്കാനാണ് കൂടുതൽ കൂടുതൽ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഏതാണ് കുറച്ചുകൂടി ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തോന്നുന്നത്? രണ്ടും ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇത് രണ്ടും കലയാണ്, രണ്ടും അഭിനയമാണ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം അല്ല ഇത്. അപ്പോൾ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഇത്രയും പടങ്ങൾ ഡബ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡബ്ബിംഗ് ഒന്നും ഇല്ല. കാരണം എല്ലാം പുതിയ നായികമാർ എല്ലാവരും അവരവർ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. പിന്നെ പുതിയ തലമുറയിലെ കുട്ടികൾ ഡബ് ചെയ്യുന്നുണ്ട്, എൻ്റെ മോളടക്കം. അപ്പോൾ അങ്ങനെ വരുമ്പം വെറുതെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ദൈവം എനിക്കിപ്പോൾ കുറച്ച് പടങ്ങൾ അഭിനയിക്കാൻ വേണ്ടി അവസരങ്ങൾ തരുന്നത്. അപ്പോൾ അത് എല്ലാം കൊണ്ടും ബ്ലെസ്ഡ് ആണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. രണ്ടും തന്നെ ഏത് ജോലി ചെയ്താലും ഞാൻ വളരെ ആസ്വദിച്ച് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ ദൈവമേ നന്ദി എന്നും പറഞ്ഞുകൊണ്ടേ ഡബ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം അഭിനയം അതുപോലെ തന്നെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനി എനിക്ക് ആരെയും ഒരാൾ ഡബ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും നടി ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ റോമയ്ക്ക് ഡബ് ചെയ്തു, അല്ലെങ്കിൽ ശാലിനി മാമിന് ചെയ്തു, അല്ലെങ്കിൽ കവ്യമാധവൻ, എല്ലാവരും ചെയ്തു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ ശബ്ദം ഏറ്റവും സ്യൂട്ട് ആവുന്നത് ആരായിരിക്കും? അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ അത് എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇത് ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ തുടക്കത്തിൽ ഇത് പ്രൊഫഷനായിട്ട് എടുത്തതല്ല, അങ്ങനെ ഒരു ഫ്ലോയിൽ വന്നതാണ്. പിന്നെ വേറെ ഒരു ജോലിക്കൊന്നും പോകാതെ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇതൊരു പ്രൊഫഷനായി. അപ്പം ആ പ്രൊഫഷനിൽ ജോലിക്കാരിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും അടുത്ത വീട്ടിലെ പെണ്ണിനാണെങ്കിലും നായികയ്ക്കാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ ഡബ് ചെയ്തുകൊണ്ട് വന്ന ഒരു ശീലമാണ് ഞങ്ങൾക്ക് തുടക്കം. ഈ തുടക്കകാലത്തുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എല്ലാം അതുപോലെ തന്നെ. ഇപ്പോൾ ആനന്ദവല്ലി ചേച്ചിയായിരുന്നു ഡബ് ഹീറോയിനെ ചെയ്യുന്നെങ്കിൽ അവരതിൽ അമ്മയ്ക്ക് ചെയ്യും, അമ്മൂമ്മയ്ക്ക് ചെയ്യും, കുട്ടിക്കും ചെയ്യും. അന്ന് അങ്ങനെയായിരുന്നു. കാരണം കുറച്ച് ലിമിറ്റഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം ഫാമിലി സബ്ജക്ട്സ് ആണ് അന്ന് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു 2-3 ഫാമിലിയിൽ അത്രയും ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ വോയിസ് മാറ്റി മാറ്റി പറയാൻ എല്ലാവരും സെൽഫായിട്ട് അങ്ങനെ ട്യൂൺ ആയതാണ്. അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഡബ്ബിംഗ് എന്നുള്ള മേഖലയ്ക്ക് വരുന്ന കുട്ടികളോട് ആളുകളോടൊക്കെ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്?
സന്തോഷം. എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരു സിനിമയാണ്, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല. വളരെ നല്ല ഫീൽഡാണ് ഡബ്ബിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഇന്ന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കാരണം സിനിമ മാത്രമല്ല, യൂട്യൂബ് ആണെങ്കിലും OTT ഫിലിംസ് ആണെങ്കിലും അല്ലെങ്കിൽ സീരിയൽസ് ആണെങ്കിലും ആഡ്സ് ആണെങ്കിലും ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവർക്ക് ഉണ്ട്. പണ്ട് നമ്മളൊക്കെ ചെയ്യുമ്പം പടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ. പിന്നെയാണ് ഈ സീരിയൽസിൻ്റെ ഒരു തുടക്കം വന്നത്. അപ്പം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിന് ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് വരുന്ന കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതൊരു സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ ഒരു പാഷനോടുകൂടി ഈ ഒരു ക്രാഫ്റ്റിനെ കണ്ട് നന്നായിട്ട് ചെയ്താൽ, പേഷ്യൻസ് വേണം ഇതിൽ. എന്തായിരിക്കും, എല്ലാവർക്കും ക്ഷമ ഉണ്ടാവില്ല. ശരി, വന്ന് എത്ര നേരമാകും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ 4 സ്ഥലത്ത് അവർ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടായിരിക്കാം ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് വരുമ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, അവർ മെൻ്റലി പ്രിപ്പയർഡ് ആണ്. എനിക്കിവിടെ ഒരു അവർ കൊണ്ട് പണി തീരും, അടുത്തടുത്ത് 2 മണിക്കൂർ, ഇവിടെ 1 മണിക്കൂർ, ഇങ്ങനെ പോകണം. ജീവിക്കാൻ വേണ്ടി ആയിരിക്കാം ഈ ഓട്ടം. പക്ഷെ എന്നാലും നമ്മൾ ഒരു സ്ഥലത്ത് ഒരു വർക്കിന് പോകുമ്പോൾ അവിടെ അവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ നമുക്ക് ഒന്നിക്കൽ കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കണം. യു ഗോട്ട് ടു വർക്ക് ഓൺ ദാറ്റ്. അതല്ലെങ്കിൽ അത് ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കി ചെയ്യാനും ഉള്ള ഒരു ക്ഷമ വേണം, അല്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു പാഷനോട് കൂടി നമ്മൾ ഒരു ഭയഭക്തിയോടുകൂടി ഈ ഒരു ജോലിയെ കണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരാൻ പറ്റും. അല്ലാതെ സ്വീറ്റ് വോയിസ്, ചിലർ ചോദിക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ സ്വീറ്റ് വോയിസ് വേണോ, വളരെ അക്ഷരസ്ഫുടത വേണോ, അങ്ങനെ എനിക്കതൊന്നും ഞാൻ അതിനൊന്നും ആളല്ല. കാരണം എനിക്കതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എല്ലാവരും നായികമാർക്കൊന്നല്ല ശബ്ദം കൊടുക്കുന്നത്. അന്ന് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, നായികയുടെ ശബ്ദം വളരെ പൈങ്കിളി പോലെ സ്വീറ്റ് ആയിരിക്കണം എന്ന്. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് എങ്ങനെയാണോ ആ ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ആൾക്കാർ, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും റെഡിയാണ്. അത് ഏറ്റെടുക്കാൻ പ്രേക്ഷകർ റെഡിയാണ്. എങ്ങനെയാണോ റോ ആയിട്ട് അത് എടുക്കുന്നുണ്ട്. അപ്പം വോയിസിൻ്റെതല്ല, നിങ്ങൾ ആ കഥാപാത്രത്തോടുകൂടി യോജിച്ചു പോകാനുള്ള ഒരു ടാലൻറ്റഡ് ഇമോഷൻ നിങ്ങൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള പഠിക്കണം. അതാണ്. പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദയവേത് അത് വിട്ടിട്ട് ഇതിലേക്ക് വരരുത്. കാരണം അന്ന് 10 ഡബ്ബിംഗ് ആർട്ടിസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 100, 200, 300, 400 ഇങ്ങനെ അത്രയ്ക്കും ആർട്ടിസ്റ്റുകളായി. അപ്പോൾ ഇതിനിടയിൽ കോമ്പറ്റീഷനായിട്ട് അയ്യോ എല്ലാ ജോലിയും നല്ല മാസം IT ശമ്പളം വാങ്ങിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേര് വിടട്ടെ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും വിടരുത്, 2 ദിവസം ലീവ് എടുത്ത് ഇത് പഠിക്കുക ആദ്യം. വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് നിങ്ങൾക്ക് അത് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു നോക്കാം. നമുക്ക് സ്പീഡിൽ പറയാൻ പറ്റുന്നുണ്ടോ, ഇമോഷൻ വർക്ക് ആവുന്നുണ്ടോ, റെക്കോർഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുക, പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു ഹോപ്പ് ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സമയത്ത് ജോലി വിടുക. ഇല്ലെങ്കിൽ അതുമില്ല ഇതുമില്ലാത്ത രീതിയാവും. അതെ എനിക്ക് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്. അതുപോലെ അനുഷ്ക മാമിനോട് ബാഹുബലിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഷിഫ്റ്റാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഇത്രയും എല്ലാ തരത്തിലുള്ള ഓരോ ജോണർ ചെയ്യുന്നത് അതെങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറായിരുന്നു എൻ്റെ റൈറ്ററും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും, ഡബ്ബിംഗ് ഡയറക്ടറും. ഹൈദരാബാദ് പോയിട്ടാണ് അത് ഡബ് ചെയ്തത്. ശരിക്ക് അനുഷ്കയുടെ ആ ഒരു ഫിഗറൊക്കെ കണ്ടപ്പോൾ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ മലയാളം ടഫ് മലയാളമല്ലേ, നമ്മൾ സാധാരണ ഇങ്ങനെ പറയുന്ന ഭാഷയല്ല. അപ്പോൾ ഞാനത് മലയാളം മീഡിയം പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പേടി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ശരിക്ക് കുറച്ചുകൂടെ ബോൾഡായിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഒറിജിനലി കേൾക്കുന്നതിനേക്കാളും ബോൾഡായിട്ട് ആദ്യം പറഞ്ഞത്. കാരണം എനിക്കറിയാം ആ ഒരു ഫിഗറായിട്ട് മാച്ച് ആവണമെങ്കിൽ കുറച്ചുകൂടെ ഒരു പവർഫുള്ളായിട്ട് ഇച്ചിരി ബേസൊക്കെ വേണമെന്ന് തോന്നിയത്. അപ്പോൾ അതിൻ്റെ
തെലുഗുലെ അസോസിയേറ്റ് പറഞ്ഞു അത്രയ്ക്ക് വേണ്ട, നിങ്ങൾ നോർമൽ നിങ്ങളുടെ വോയിസിൽ പറഞ്ഞാൽ മതി പറഞ്ഞാ മതി. എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ ഐ മീൻ ചെയ്ത ഒരു സംഭവമാണ്. അതുപോലെ തന്നെയായിരുന്നു ക്രൈം ഫയലിലെ കഥാപാത്രം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. സംഗീത മാമിന് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രൈം ഫയൽ. അതിൽ ഭയങ്കര കടുകട്ടി ഡയലോഗ് ഉണ്ട്, സ്പീഡ്, ഒരു റൗണ്ട് ട്രോളി ഇതൊക്കെ ഉണ്ട്. അതെ അതെ അതെ. അത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്താ അറിയാം, ഞാൻ ഡബ് ചെയ്തത് പോട്ടെ, അവരെങ്ങനെ അത് അഭിനയിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ അതെ അതെ. അത്രയും ഡയലോഗ്സ് മനപ്പാടം അല്ലാതെ പ്രോംപ്റ്റിംഗ് ആയിട്ട് പറയാൻ പറ്റുന്ന ഡയലോഗ്സ് അല്ലാതെ അല്ല അല്ല, അത്രയും സ്പീഡാണ്. സ്പീഡാണ്. കടുകട്ടി തന്നെയായിരുന്നു. അത് ഞാനും ആലോചിക്കും, ദൈവം ഇത് എങ്ങനെ ഞാൻ അന്ന് പറഞ്ഞു ഒപ്പിച്ചു എന്നുള്ളത്. അത് ഓരോന്ന്, അത് ഇങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഡബ് ചെയ്യുന്ന പോലെ എനിക്ക് ശരിക്കും മാമിനെ ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. Thank you. അപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തോന്നി. ഇത്ര ഓർമ്മകൾ, എനിക്ക് തോന്നുന്നു ഓർമ്മകളായിരിക്കും. അതായത് നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിലോട്ട് കാണുന്ന കുറേ സിനിമകളിൽ ഉള്ള ഒരു ശബ്ദത്തിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നതിന് എനിക്ക് വലിയൊരു സന്തോഷം. Thank you. അപ്പോൾ എന്തായാലും മോഹിനിയാട്ടം ഏപ്രിൽ 10 തിയേറ്ററിൽ എത്താൻ പോവാണ്. അതെ. അപ്പോൾ വലിയൊരു വിജയമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും.